വലപ്പാട് പാതാട്ട് ഗോപി കരുണാകരന്റെ സ്മരണയ്ക്ക് കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം കർക്കിടകം 3 മുതൽ 10 വരെയാണ് ഔഷധക്കഞ്ഞി വിതരണം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ ദൃശ്യ സോമൻ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പാതാട്ട് ഗോപി കരുണാകരന്റെ സ്മരണയ്ക്ക് ഭാര്യയും മക്കളുമാണ് 7 ദിവസത്തെ ഔഷധക്കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത്. ചടങ്ങിൽ ജയൻ കണക്കാട്ട്, ഉല്ലാസ് വാഴൂർ, സന്ദീപ് പള്ളായി, സുരേഷ് കൂക്കപ്പറമ്പിൽ, ഷാനവാസ് പുത്തൻതെരുവിൽ, പ്രതീഷ്, സുരേന്ദ്രൻ കണ്ണമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അധികമായിട്ട് പക്ഷേ അതിൻ്റെ ഒരു ശാസ്ത്രീയത ആയുർവേദത്തിലും പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് വിശപ്പ് പൊതുവേ കുറവായിരിക്കും. നല്ലൊരു വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഭൂമിയിലും ഒരു അമ്ലത്വം ഉണ്ടാവുന്ന പറയും, ഒരു അസിഡിറ്റി കൂടുതലായിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമ്മുടെയൊക്കെ ശരീരത്തിലും ഒരു അസിഡിറ്റി കൂടി വരുന്നൊരു സന്ദർഭമാണ് മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പൊതുവേ നമുക്ക് വിശപ്പ് കുറവായിരിക്കും, വയറെരിച്ചിൽ, ദഹനക്കേട്, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വിശപ്പ് കെടാതെ സൂക്ഷിക്കാനും അഗ്നിമാദ്യം ഉണ്ടാവാണ്ട് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ആ സമയത്ത് കഴിക്കേണ്ടത്.